പാമ്പുകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രിപ്പ് കിട്ടുന്ന ഏത് ഭാഗത്തും പാമ്പ് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മരങ്ങളിൽ കയറിപ്പോകാം, ടൈൽസിൽ സുഖമായിട്ടിഴയും, ചുവരിലൂടെ കയറിപ്പോകാൻ പറ്റും. പിന്നെ ടൈൽസ് എന്ന് പറയുന്നതും കുറച്ച് മെഴുക്കൻ പ്രതലമാണ്. പാമ്പിൻ്റെ ശരീരം എന്ന് പറയുന്നതും വളരെ സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ അതിന് ചിലപ്പോൾ ഒരു ബാലൻസ്, അത് വിചാരിക്കുന്ന ഒരു ബാലൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ എഴഞ്ഞു പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്തരം പ്രതലങ്ങളിലൂടെ നല്ല രീതിയിൽ എഴഞ്ഞു പോകും. പാമ്പുകൾക്ക് മൂക്കുള്ളത് ശ്വസിക്കാനാണ്. ഗന്ധം എന്ന് പറയുന്നത് അറിയാൻ സാധ്യമല്ല. അവർക്ക് മണം തിരിച്ചറിയാനോ മണപ്പിക്കാനോ അങ്ങനെയുള്ളൊരു കഴിവ് പാമ്പുകൾക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് ചുറ്റും, ഇത് സാധാരണ മലയാളികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും എന്തുവാണ് ഈ ഒരു കാര്യം നമ്മൾ പലതവണ പറയുന്നതാണ്. പാമ്പുകൾക്ക് ഗന്ധം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ, വെളുത്തുള്ളി, പാൽക്കായം, പെട്രോൾ, ആസിഡ്, അതുപോലെ പല ചെടികൾ നട്ട് വളർത്തുന്നുണ്ട്. സർപ്പഗന്ധി, സർവ്വസുഗന്ധി, അരുത, ഇതുപോലെയുള്ള ചെടികൾ നട്ട് വളർത്തുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഇതൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും പാമ്പ് വരാതിരിക്കില്ല. കാരണം ഇതിൽ അത് ഇപ്പോൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്യുവാണെങ്കിൽ അതിന് മുകളിൽ കൂടി പാമ്പ് എഴഞ്ഞു വരും. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അതിൻ്റെ ശരീരത്തിൽ മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ വീഴുവാണെങ്കിൽ അതിൻ്റെ സ്കിന്നിന് ഡാമേജ് ഉണ്ടായി മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം നമ്മുടെ ശരീരത്തിൽ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിൽ ഇത്തരം കെമിക്കൽസ് വീണ് കഴിഞ്ഞാൽ, അസിഡിക് നേച്ചറുള്ള കെമിക്കൽസ് വീണ് കഴിഞ്ഞാൽ അതിന് പൊള്ളലുണ്ടായി അത് മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വനം വകുപ്പ് അറിയിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്, കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ. വീടിനോട് ചേർന്നുള്ള പരിസരം വൃത്തിയാക്കിയിടുക തുടങ്ങി ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ കുറച്ച് പെട്രോൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒഴിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല, ഒഴിച്ചോളൂ. ഇതുകൊണ്ട് പാമ്പ് വരില്ല എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതെല്ലാം വൃത്തിഹീനമായി കിടന്നിട്ട് മണ്ണെണ്ണ സ്പ്രേ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും പാമ്പ് വരാതിരിക്കില്ല. അത് അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആയിരിക്കും. മനുഷ്യർക്ക് പാമ്പ് കടി ഏൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ പെറ്റ്സായിട്ട് വളർത്തുന്ന പൂച്ച, പട്ടി, പശു, ഇതുപോലെയുള്ള വളർത്തു മൃഗങ്ങൾക്കും സാധാരണ സ്നേക്കിൻ്റെ ബൈറ്റ് ഉണ്ടാവാറുണ്ട്. ആൻറ്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്കും രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നായയാണെങ്കിൽ നമുക്കൊരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. കാരണം നായ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മൂർഖൻ പാമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം അത് ഇങ്ങനെ പത്തി വിടർത്തി അത് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ചെന്ന് റെസ്ക്യൂ ചെയ്യാൻ എത്താനുള്ള ഒരു സമയമൊക്കെ ഒരുപാട് അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സഹായം നായയുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ പാമ്പിൻ്റെ ബൈറ്റ് കൊണ്ട് നായ മരിച്ചു പോകുന്ന ഒരുപാട് വളരെ സങ്കടമുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. പിന്നെ പൂച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പട്ടിയെ പോലെയല്ല. പൂച്ച നമ്മുടെ ഇപ്പോൾ അടുത്തിടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, 8 അണലി കുഞ്ഞുങ്ങളെ പൂച്ച കടിച്ചു എന്ന് പറഞ്ഞാൽ. അപ്പോൾ പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാമ്പല്ല, എലിയായാലും അണ്ണാനായാലും ഒരു പാറ്റയായാലും പൂച്ച കണ്ടു കഴിഞ്ഞാൽ ഉടനടി ആസ് എ സഡൻ ഇത് പിടിച്ച് കഴിക്കുകയോ അതിനെ കൊല്ലുകയോ ചെയ്യുന്നില്ല. പൂച്ച ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ടൊന്ന് തട്ടിക്കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാമ്പിൻ്റെ കുഞ്ഞായാലും പാമ്പായാലും എലിയായാലും പൂച്ച കുറച്ച് സമയം അതുമായിട്ടൊന്ന് കളിക്കും. പാമ്പിനെ ആയാലും ഒന്ന് കുറച്ച് നേരം ഇട്ട് തട്ടി ആ ജീവിയുടെ ഏകദേശം നമ്മൾ അര ഉയരെന്ന് പറയുന്നത് പോലെ കുറച്ച് സമയം അതൊരു പകുതി ബോധക്കേട് വന്ന ഒരവസ്ഥ എത്തുന്നവരെ പൂച്ച തട്ടും. അതിന് ശേഷമാണ് പൂച്ച ശരിക്കും പിന്നീടാണ് ഇതിനെ കൊല്ലുന്നത്. പക്ഷേ ഇതിനെ കൊല്ലുന്നതിന് മുമ്പ് വേണമെങ്കിൽ പൂച്ച എടുത്ത് വീടിനകത്ത് കൊണ്ടുവയ്ക്കാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പൂച്ച ഇതിനെ എടുത്ത് നമ്മുടെ കട്ടിലിലോ സോഫയിലോ ഒക്കെ ഈ സാധനത്തിനെയും കൊണ്ട് ഉള്ളിലേക്ക് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ചത്ത് കാണില്ല, ഒരു അര ബോധത്തിലായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അപകടം ഉണ്ടാവാം. പക്ഷേ ഇതുപോലെ പൂച്ച കടിച്ചു കൊല്ലുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂച്ചയെന്ന് പറയുന്നത് പൂച്ചയ്ക്ക് അധികം പാമ്പിനെ പേടിയില്ല എന്നുള്ളത്. പക്ഷെ നായയാണെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് ബൈറ്റ് ഉണ്ടായി മരിച്ചു പോകാറുണ്ട്. പൂച്ചയ്ക്ക് ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് വളരെ കൂടുതലാണ്. പാമ്പ് അതിനെ പൂച്ചയെ കടിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയം കൊണ്ട് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും പൂച്ച തെന്നി മാറും. അത്രയ്ക്കും പെട്ടെന്ന് അത് തിരിച്ചറിയാനുള്ള കഴിവ് പൂച്ചയ്ക്കുണ്ട്.